മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇക്ബാൽ മുണ്ടേരി ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചകൾ ഇടം പിടിച്ചിരിക്കുന്നത്. PV അൻവർ MLA തികഞ്ഞ പരാജയമായിരുന്നു, വമ്പിച്ച പരാജയമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അത്തരമൊരു പോസ്റ്റിന് കാരണം? അതിൽ രാഷ്ട്രീയമായി UDFിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ, PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ MLA ആയ 9 വർഷവും അദ്ദേഹം രാജിവെച്ച് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഒരു സമയവും, ഇങ്ങനെ 2 ഘട്ടമായിട്ട് തിരിക്കാൻ പറ്റും. അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കാഴ്ചപ്പാടും UDFിൻ്റെ സാധാ പ്രവർത്തകരുടെ വരെ നിലപാടും ഈ 9 വർഷക്കാലം നിലമ്പൂരിൻ്റെ MLA ആയി പ്രവർത്തിച്ച PV അൻവറിന് ഈ നാടിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് കൃത്യമായൊരു പരിഹാരം കാണാൻ, ഒരുപാട് കാലങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന മുറവിളികൾക്ക് ഒരു ഉത്തരം നൽകാൻ 9 വർഷക്കാലം കൊണ്ട് MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതൊരു ഇടതുപക്ഷ MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയേണ്ടിയിരുന്ന വിഷയമാണ്. പക്ഷേ അദ്ദേഹം രാജിവെച്ച് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു MLA എന്നുള്ള നിലക്ക് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ച ഒട്ടനവധി കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായി ദുഷ്ടലാക്കോടുകൂടെ CPMൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ ചതിക്കുകയും അദ്ദേഹത്തെ വഴിതിരിച്ചു വിടുകയും അദ്ദേഹത്തിൻ്റെ വഴിമുടക്കുകയും ചെയ്തു എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PV അൻവർ MLA അദ്ദേഹം പരാജയമായിരുന്നു എന്ന് പറയുമ്പം MLA എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ MLA ആയി നിൽക്കുകയും കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുമ്പോഴും അത് ചെയ്യാൻ കഴിയാതെ പോയ സാഹചര്യങ്ങൾ, അതൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അദ്ദേഹം അത് കൂടുതൽ വിശദീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് ഈ പറയപ്പെടുന്ന ഇടതു സർക്കാരിൻ്റെ പിന്തുണയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോയതെന്ന് MLA പല ഘട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇടതു സർക്കാരിനെ അല്ലേ വിമർശിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഇടതുപക്ഷ MLA എന്ന് പറയുമ്പം അത് ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടുന്നതാണ്. ഈ PV അൻവർ ഉൾപ്പെടെയുള്ള 99 ആളുകൾ ചേരുന്നതാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. അതിൽ ഇടതുപക്ഷ MLA PV അൻവർ പരാജയമെന്നാണ് പറഞ്ഞത്. PV അൻവർ പരാജയമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇടതുപക്ഷ MLA ആയി നിൽക്കുന്ന പിണറായി വിജയന് കൈപൊക്കുകയും പിണറായി വിജയന് വേണ്ടി പിന്തുണ അറിയിക്കുകയും ചെയ്യുന്ന ഒരു MLA എന്നുള്ള നിലക്ക് നിലമ്പൂരിലേക്ക് കൊണ്ടുവരുമെന്ന് പൊതുജനങ്ങൾ വിശ്വസിച്ചിരുന്ന, അതുപോലെ ഇവിടുത്തെ ഇടതുപക്ഷങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു വികസന പ്രവർത്തനം പോലും കൊണ്ടുവരാൻ രാഷ്ട്രീയമായൊരു പിന്തുണ MLAക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ MLA എന്നുള്ള നിലക്ക് PV അൻവർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നില. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലെ ലീഗ് പ്രാദേശിക ഘടകങ്ങൾക്കിടയിൽ അൻവറിനെ കൂടെ ചേർത്ത് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന രീതിയിൽ ഒരു പ്രചാരണമുണ്ട്. അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ ഒരു അൻവർ എന്നല്ല, ഇടതുപക്ഷത്തെ എതിർക്കുന്ന പിണറായി വിജയൻ്റെ ഈ നിലവിലുള്ള ഭരണ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഏതൊരാളെയും കൂടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വമ്പിച്ച രാഷ്ട്രീയ മുന്നേറ്റമാണ്. കേരളത്തെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഒരു അതിഗംഭീരമായ വിജയമാണ് നിലമ്പൂർ UDF ആഗ്രഹിക്കുന്നത്. അവിടെ PV അൻവർ പോലെയുള്ള വ്യക്തികളുടെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ സഹകരണവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഇടതുപക്ഷക്കാർ ആയ പ്രവർത്തകർ വരെ ഈ വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കുമെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെ ഒക്കെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ വേണം. ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDFന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അത് നേടിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇല്ല, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കൊരു കമൻറ്റ് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ആര് സ്ഥാനാർത്ഥി എന്നതല്ല പ്രശ്നം. UDF കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആ സ്ഥാനാർത്ഥിയെ പിണറായിസത്തിനെതിരെയുള്ള ഒരു പ്രതീകമായി മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ സ്ഥാനാർത്ഥി ആരായിരുന്നാലും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അതൊരു നിലക്കും ബാധിക്കുകയില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ബാധിക്കുന്നൊരു സാഹചര്യം ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ ഞങ്ങൾക്ക് ഈ സമയത്ത് വെക്കാൻ. നേരത്തെ അൻവർ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും. അൻവറിനെ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ വളരെ കൃത്യമായി ഞാനൊരു നിലപാട് പറഞ്ഞിരുന്നു. അതായത് ഇടതുപക്ഷത്തിൻ്റെ MLA ആയി വിജയിച്ചു വരുന്ന PV അൻവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടമാണ്. പിന്നെ അദ്ദേഹത്തിന് അവിടെ ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു, അത് 2ാം ഘട്ടമാണ്. 3ാമത്തെ ഘട്ടം ഞാൻ എഴുതിയത് പിണറായി വിജയനോട് നേർക്ക് നേരെ യുദ്ധം ചെയ്യുന്ന 2ാമത്തെ ഘട്ടത്തിൽ PV അൻവർ പിണറായി വിജയനെ നന്നാക്കി അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ള സംവിധാനങ്ങളാണ് പരാജയം എന്ന രൂപത്തിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നത്. പക്ഷെ അന്നാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, PV അൻവറിൻ്റെ അടുത്തൊരു ഘട്ടം ഈ പിണറായി വിജയനാണ് യഥാർത്ഥ കള്ളൻ എന്ന് തിരിച്ചറിയുകയും പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്.
ആ സമയം UDF കാലങ്ങളായി സ്വീകരിച്ചു പോരുന്ന രാഷ്ട്രീയ നിലപാടായിരുന്നു ശരി എന്ന് ബോധ്യപ്പെടുന്ന PV അൻവർ UDFിൻ്റെ കൂടെ നിന്ന് ബാക്കിയുള്ള പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDFിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ നിന്നുകൊണ്ടാവും. അങ്ങനെയുള്ള ഒരു കാലത്തിന് പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നത്. നേർക്ക് നേരെ PV അൻവറിനെ ഇടതുപക്ഷ MLA ലീഗിലേക്കോ അല്ലെങ്കിൽ UDFിലേക്കോ ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ആയിരുന്നില്ല. ഉദ്ദേശിച്ച രാഷ്ട്രീയം കൃത്യമാണ്, അതെല്ലാവർക്കും ബോധ്യപ്പെട്ടതുമാണ്. അതാണ് പിന്നീട് ഇവിടെ സംഭവിച്ചത്. അവസാനമായി അൻവറിൻ്റെ പിന്തുണ മുതൽ കൂട്ടാകും, അൻവറിന് സ്വാധീനമുണ്ട്, പ്രസക്തിയുണ്ട്, അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. അൻവറിന് 9 വർഷം MLA ആയി നിന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രവുമല്ല, ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനങ്ങൾക്ക് കാര്യമായ ഒരു പ്രസക്തി ഇല്ലാത്ത വിധം ഇവിടെ കാര്യങ്ങൾ കൊണ്ടു നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു പ്രത്യേകമായ ശൈലി PV അൻവർ MLAക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഇടതുപക്ഷത്തിൽ നിന്ന് ഭാരവാഹികളായ പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ആരും അൻവറിൻ്റെ കൂടെ ഇല്ല എന്ന് ഇടതുപക്ഷം വാശി പിടിച്ച് അല്ലെങ്കിൽ അവർ വളരെ വെല്ലുവിളിച്ച് പറയുമ്പോഴും കൃത്യമായി ഞങ്ങൾക്കറിയാം ഫീൽഡിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒട്ടനവധി പ്രവർത്തകരും അതിൻ്റെ ഭാരവാഹികളും PV അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ അംഗീകരിക്കുന്നവരും അതിൻ്റെ കൂടെ നിൽക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ സഹകരണവും ഇവിടെ UDFന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും അൻവറിനെതിരെയല്ല, മറിച്ച് അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടപ്പിലാകാതെ പോയ പല വികസന പ്രവർത്തനങ്ങളും അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിമർശനമാണ് നടത്തിയത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇക്ബാൽ മുണ്ടേരി മുസ്ലിം ലീഗ് നേതാവ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബറിൻ, റിപ്പോർട്ടർ നിലമ്പൂർ.